പക്ഷേ കുറച്ച് ഭക്തർക്ക് ഇതൊക്കെ ഉള്ളതാണോ, എന്താണ് ഇതിൻ്റെ എല്ലാം വാസ്തവം, ഈ ഒരു കണ്ണുദോഷം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പരിഹാരങ്ങളാണ് നാം അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ സ്പോൺസറിങ് നമ്പറിലേക്ക് ഒട്ടേറെ കമൻറ്റുകൾ, മെസ്സേജുകൾ വരികയുണ്ടായി. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 183. അവൻ ഇല്ലായിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ഒന്നോർത്തുകൊള്ളുക. ഹരേ കൃഷ്ണ, നമസ്കാരം. ഇന്നലെ നമ്മൾ കണ്ണേർ ദോഷവുമായി അല്ലെങ്കിൽ ദൃഷ്ടി ദോഷവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരുപാട് കമൻറ്റുകൾ വരികയുണ്ടായി. ഒട്ടേറെ പേർക്ക് ഈ ഒരു ദുരനുഭവം അല്ലെങ്കിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഭക്തർക്ക് ഇതൊക്കെ ഉള്ളതാണോ, എന്താണ് ഇതിൻ്റെ എല്ലാം വാസ്തവം, ഈ ഒരു കണ്ണുദോഷം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പരിഹാരങ്ങളാണ് നാം അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ സ്പോൺസറിങ് നമ്പറിലേക്ക് ഒട്ടേറെ കമൻറ്റുകൾ, മെസ്സേജുകൾ വരികയുണ്ടായി. എന്നാൽ അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഒരു വീഡിയോ രണ്ടാം ഭാഗത്തിൽ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് പിറ്റേ ദിവസം തന്നെ പെട്ടെന്ന് ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണന് വേണ്ടി യശോദരാമ ഇതേപോലെ കണ്ണീർ ദോഷം മാറുവാനൊക്കെ ഒരു കാര്യം ചെയ്യുകയുണ്ടായി. അതേപോലെ ഈ കണ്ണുദോഷമൊക്കെ നിലവിലുള്ളതാണോ, എന്തുകൊണ്ടാണ് ഇവയെല്ലാം നമ്മെ ബാധിക്കുന്നത് എന്നൊക്കെ വളരെ ലളിതമായി തന്നെ ചുരുക്കി നമുക്കൊന്ന് പറഞ്ഞു പോകാം. മൂന്നാമത്തെ ഭാഗത്തിൽ അതിൻ്റെ പരിഹാര മാർഗം കൂടി നമ്മൾ പറയുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലെല്ലാം നമുക്ക് ഉൾപ്പെടുത്തുവാനായി സാധിക്കില്ല. പക്ഷേ അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ ഇത്. കഴിവതും മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക്, വിശ്വാസികളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായും എത്തിച്ചു കൊടുക്കുക. കാരണം ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒട്ടേറെ ഭക്തജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കത് വലിയ ഉപകാരമായിരിക്കും. കൂടെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാനും മറക്കണ്ട കേട്ടോ. ശരി, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ പറയുവാനുള്ളത്, ഇതൊക്കെ ഉള്ളതാണോ, സത്യമാണോ, മറ്റുള്ളവരുടെ നെഗറ്റീവ് ഊർജം നമ്മിലേക്ക് എങ്ങനെയാണ് കടന്നെത്തുക, അത് നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും എങ്ങനെയാണ് മോശകരമായി ബാധിക്കുക എന്നതിനെക്കുറിച്ചുമാണ്. നിങ്ങളൊരു കാര്യം ആദ്യമേ മനസ്സിലാക്കുക. നമ്മൾ എല്ലാവരും, ഈ പ്രപഞ്ചത്തിലുള്ള, ഭൂമിയിലുള്ള എല്ലാവരും രൂപം കൊണ്ടും സാദൃശ്യം കൊണ്ടും ഭാഷ കൊണ്ടും വ്യക്തിത്വം കൊണ്ടും വെവ്വേറെയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ നാം എല്ലാവരും ഒന്ന് തന്നെയാണ്. ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറു മണൽ തരി പോലും ഓരോ വസ്തുവിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ് എന്ന് ഭക്തജനങ്ങൾ എല്ലാവരും ആദ്യമേ തന്നെ മനസ്സിലാക്കിക്കൊള്ളാട്ടോ. ഈ ഭൂമിയിൽ ആദ്യത്തെ ജീവൻ ഉണ്ടായതിനു ശേഷമാണല്ലോ നമ്മൾ എല്ലാവരും ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പരിണാമത്തിൽ നിന്നുമാണ് ഈ കാണുന്ന ഭൂമിയിലുള്ള എല്ലാം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഒരൊറ്റ കാർബണിൽ നിന്നുമാണ് നാം എല്ലാം ഉണ്ടായിട്ടുള്ളത്. നാം എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ ഒരു ചെറിയ വാക്കുപോലും നോക്കുപോലും മറ്റുള്ളവരെ അന്തർലീനമായി ബാധിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് പ്രപഞ്ച സത്യം. ഏറ്റവും ലളിതമായി ഇതിനെ വ്യാഖ്യാനിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു വിജയം, നിങ്ങളുടെ ഏറ്റവും പ്രഥമമായ സാമ്പത്തിക നേട്ടം, ലാഭം എന്നിവയെല്ലാം മറ്റൊരു വ്യക്തി, അതിപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായിരിക്കാം, ബന്ധുമിത്രാദികളായിരിക്കാം, അവരിലേക്ക് എത്തുകയാണ് എങ്കിൽ അവർക്ക് നിങ്ങളുടെ ഈ നേട്ടത്തിൽ പ്രത്യേക ലാഭമോ ഒന്നുമില്ല. പക്ഷേ ആ വ്യക്തികൾ നിങ്ങളുടെ വിജയത്തിൽ അസ്വസ്ഥരാകുകയാണ് എങ്കിൽ ആ നെഗറ്റീവ് ഊർജം തീർച്ചയായും നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും എത്തുമെന്നത് തീർച്ചയാണ്. ആയതിനു വേണ്ടി അവർ പരിശ്രമിക്കുക പോലും പ്രത്യേകം ചെയ്യാം. ശത്രുദോഷം അല്ലെങ്കിൽ ശത്രുനാശം എന്നിവയ്ക്ക് കാരണമാകുന്ന ക്രിയകൾ പോലും അവർ ചെയ്തെന്നും വരാം. ആയതിനെക്കുറിച്ച് പ്രത്യേകം കൂടുതലൊന്നും പറയുന്നില്ല, ഒന്ന് മുകളിലൂടെ പോയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും പറഞ്ഞിട്ടുണ്ട്, അമിതമായ പ്രശംസയും അഹങ്കാരവും മനസ്സിനെ ദുർബലമാക്കും. അതുകൊണ്ടാണ് ഭക്തി പരമ്പരയിൽ ഇപ്രകാരം പറയുന്നത്, നിന്റെ ജയവും പരാജയവുമെല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. സ്വന്തമായ നേട്ടങ്ങൾ അധികം പ്രദർശിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ എല്ലാം വാസ്തവമെന്ന് ഏറ്റവും ലളിതമായി ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ ഒരു ചെറിയ പുഞ്ചിരി പോലും മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നു. നമ്മുടെ നാവിൽ നിന്നും ഉരുത്തിരിയുന്ന മോശമായ വാക്കുകൾ, നോട്ടങ്ങൾ
മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണനും യശോദരാമയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ കൂടി കേട്ട് കഴിയുമ്പോൾ ഭക്തർക്ക് കാര്യങ്ങൾ 100% വ്യക്തമാകും. ഇതിൽ കൂടുതൽ ലളിതമായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ഏറ്റവും ലളിതമായിട്ടാണ് ഞങ്ങളിത് ഭക്തരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. കണ്ണന്റെ ചർമ്മം കാർമേഘങ്ങൾ പോലെ ഇരുണ്ടതാണ് എങ്കിൽ പോലും ഭഗവാൻ അത്രത്തോളം ആകർഷണമുള്ളവനായിരുന്നു. ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന മുഖ സൗന്ദര്യത്തിനുടമയായിരുന്നു ഭഗവാൻ. സാക്ഷാൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണൻ. ഭഗവാന്റെ കാരാഗ്രഹത്തിലൂടെ പോകുന്ന വേളയിൽ നാട്ടുകാരും സഖിമാരും എല്ലാം കണ്ണന്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് വർണ്ണിച്ചിരുന്നത്. എന്ത് ഭംഗിയാണ് കണ്ണനെ കാണാൻ, ആര് കണ്ടാലും നോക്കി നിന്ന് പോകും, എനിക്ക് തരുമോ എന്നൊക്കെയുള്ള കുശല വചനങ്ങൾ വാക്കുകളൊക്കെ പ്രയോഗിച്ചുകൊണ്ടാണ് ആ വഴിയിലൂടെ എല്ലാവരും നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, സ്ഥിരമായിട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. നമ്മുടെ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് എപ്പോഴും വാതോരാതെ മറ്റൊരു വ്യക്തി സംസാരിച്ചു കഴിയുമ്പോൾ നമുക്കും തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഉണ്ടാവുമല്ലോ, നെഗറ്റീവ് ഊർജ്ജം ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ വേവലാതി ഉണ്ടാകും. ഈ വേവലാതി യശോദരാമയ്ക്കും തീർച്ചയായും ഉണ്ടായിട്ടുണ്ടാകും. ഇത്രയും പേർ എൻ്റെ കണ്ണനെ നോക്കി പ്രശംസിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് ദൃഷ്ടിദോഷം വന്നാൽ എന്താ ചെയ്യുക? യശോദരാമ ചിന്തിച്ചു. ഇതിന് പരിഹാരമായി എന്താണ് അമ്മ ചെയ്തത് എന്നറിയോ? കണ്ണന് ചുറ്റും ഇടയ്ക്കൊക്കെ കുളി കഴിഞ്ഞ് ഉപ്പും മുളകും നാണയവും ഒഴിഞ്ഞിടുമായിരുന്നു അമ്മ. കൂടാതെ കറുത്ത കാപ്പി, കരിപ്പൊട്ട കണ്ണൻ്റെ കവിളിലോ നെറ്റിയിലോ ഇടും. കാപ്പി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കൂടാതെ കണ്ണനെ അധികം പേർ കാണാതിരിക്കുവാൻ ചിലപ്പോൾ വീടിനുള്ളിൽ തന്നെ സൂക്ഷിക്കുമായിരുന്നു. ഇത്തരത്തിലുള്ള കഥകളും ഭഗവാനും യശോദരാമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നതാണ് കേട്ടോ. പണ്ട് മുതലേ ഇവയെല്ലാം ഹിന്ദുമത വിശ്വാസപ്രകാരം ഉള്ളവയാണ്. എന്തായിരുന്നാലും ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള ഒരുപാട് ഭക്തജനങ്ങളുടെ സംശയത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട മറുപടി ആയിട്ടാണ് ഇന്നത്തെ ഈ 2ാം ഭാഗം വീഡിയോ കണ്ണേറ് ദൃഷ്ടിദോഷവുമായി ബന്ധപ്പെട്ട് നാം ചെയ്തിട്ടുള്ളത്. ഇനി 3ാം ഭാഗം, അത് ഇതിൻ്റെ ഈ ഒരു കണ്ണേറ് ദൃഷ്ടിദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നാം എന്താണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചായിരിക്കും. വ്യക്തമായും ഇതേപോലെ ലളിതമായിട്ടുമായിരിക്കും. അപ്പോൾ ഭക്തജനങ്ങൾ എല്ലാവരും ഒന്ന് കാത്തിരിക്കുക. ഇന്നത്തെ ഈ വിഷയം എല്ലാ ഭക്തർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു, ലളിതമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കണ്ട കേട്ടോ. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് എഴുതിക്കൊള്ളുക. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവം, ദൃഷ്ടിദോഷമോ കണ്ണേറോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും അറിയിക്കുക. അതിനുള്ള പരിഹാരക്രിയയായി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നും മറ്റുള്ള ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം താഴെ എഴുതിക്കൊള്ളുക. പിന്നെ അവസാനമായിട്ട് പറയുവാനുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ഒരു അമ്മയെക്കുറിച്ചാണ്. അമ്മയുടെ നാമധേയം വെളിപ്പെടുത്തണ്ട എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായി. സ്വദേശം ബാംഗ്ലൂരാണ്. എന്താ പറയുക, കുറേ നാളായിട്ട് വീഡിയോ സ്പോൺസർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിച്ചു. അതിൻ്റെ ഒരു നന്മ സൂചകമായിട്ടാണ്, ഗ്രാറ്റിറ്റ്യൂഡായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യുവാൻ അമ്മ പറഞ്ഞിട്ടുള്ളത്. 5 പേർക്കുള്ള നാരായണീയം ഗ്രന്ഥമാണ് കേട്ടോ, അർത്ഥസഹിതമുള്ള നാരായണീയം ഗ്രന്ഥമാണ് കേട്ടോ ഈ അമ്മ ഭക്തർക്കായി നൽകിക്കൊള്ളുവാൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ വലിയ മനസ്സിന് നന്ദിയുണ്ട്. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈ വേളയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്കും മറ്റുള്ള ഭക്തജനങ്ങൾക്കും വീഡിയോകൾ ഭഗവാന്റെ നാമത്തിൽ സ്പോൺസർ ചെയ്യാം. ഗ്രന്ഥരൂപേണയാണ് ഞങ്ങൾ സ്പോൺസറിങ് നടത്തുന്നത്. ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങൾ മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിച്ച് അത് ആർക്കൊക്കെയാണ് അയച്ചു കൊടുത്തത് എന്നുള്ളതിൻ്റെ വ്യക്തമായ വിശദ വിവരങ്ങളും അവരുടെ അഡ്രസ്സ് സഹിതം നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും സ്പോൺസർ ചെയ്യുന്നവർക്ക്. കൂടെ സ്പോൺസറിങ് ബില്ലും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അത്രത്തോളം വിശ്വസ്തയോടെയാണ് ഓരോ ഭക്തജനങ്ങളും നമ്മെ സമീപിക്കുന്നത്. ഇതൊക്കെയായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോയുടെ 3ാം ഭാഗം നമ്മൾ ഇടുന്നതായിരിക്കും. കൂടാതെ ഇത്തരത്തിലുള്ള ഒട്ടനേകം ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വിഷയവുമായി നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, അപ്പോൾ പാകലാം. നന്ദി, നമസ്കാരം.